ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും സാന്ത്വന സീരിയലിലെ നാളത്തെ നല്ലൊരു എപ്പിസോഡ് റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ. അങ്ങനെ നാളത്തെ എപ്പിസോഡിൽ നമ്മൾ വിചാരിക്കുന്ന പോലത്തെ ഒരു അടിപൊളി ഭാഗമാണ് ട്ടോ ഉള്ളത്. അപ്പോൾ ആ ഒരു ഭാഗമാണ് ഞാൻ പറയാൻ പോകുന്നത്. തമിഴിലെ ഭാഗമാണ്. തമിഴിലെ സെയിം ഭാഗം തന്നെയാണ് മലയാളത്തിൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഡയലോഗും ആക്ഷനും പോലും വ്യത്യാസമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ തമിഴിലൊരു ഭാഗമാണ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അങ്ങനെ അനുവിനോട് പറയുന്നുണ്ട് അലോക്, എടി എനിക്ക് കഴിക്കാൻ വേണ്ടി എടുത്തോണ്ട് വാടി ഫുഡ് എന്ന് പറയുമ്പോഴേക്കും അനു ഇഡലി ആയിട്ട് വരുന്നുണ്ടല്ലോ. ആ ഇഡലി കാണുമ്പോഴേക്കും അലോക് ആ ഇഡലി നോക്കിയിട്ട് ശശി ഈ ഇഡലി ശരിയല്ല, വേറെ ഇഡലി ഉണ്ടായിക്കൊണ്ട് വരാൻ വേണ്ടി പറയുന്നില്ലേ. അപ്പൊ ആ ഒരു ഭാഗത്തോടെ ഇന്നത്തെ എപ്പിസോഡ് തീർന്നത്. അപ്പൊ നാളെ നമ്മുടെ അനു ഒരുപാട് ഇഡലി അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും കേട്ടോ. ആ ഇഡലിയൊക്കെ എടുത്ത് കൊടുക്കുകയാണ്. അപ്പൊ പറയണ്ടേ, ഈ പാത്രമാണോ എനിക്ക് കഴിക്കാൻ, ഇവിടെ അലോക് സ്പെഷ്യൽ പാത്രമുണ്ട്, ആ പാത്രത്തിൽ തന്നെ എനിക്ക് ഫുഡ് തരണം എന്ന് പറയണം. ഈ സ്റ്റീൽ പാത്രം ഒന്നും എനിക്ക് വേണ്ട എന്ന് പറഞ്ഞാൽ ആ സ്റ്റീൽ പാത്രം വലിച്ചെറിയണം. അലോക് സ്പെഷ്യൽ പാത്രം കൊണ്ടുപോവാ കൊണ്ടുവാ എന്നിങ്ങനെ പറയാണ്. അനു അങ്ങനെ പാത്രം കൊണ്ടിരുന്നുണ്ട്. നല്ല ഭംഗിയുള്ള വില കൂടിയൊരു പാത്രം കേട്ടോ. അത് അലോകിന് മുമ്പിലേക്ക് വെക്കണ. ഇഡലിയിട് എന്ന് പറയുമ്പോഴേക്കും 2 ഇഡലി ഇട്ട് കൊടുക്കണം. ആ കൊള്ളാലോ, 2 ഇഡലിയോ? ഓ, നിങ്ങളുടെ ഗോമതി സ്റ്റോഴ്സ് ബാലൻ നിങ്ങളുടെ വീട്ടിൽ വെറും 2 ഇഡലി വെച്ചിട്ടേക്ക് തരുന്നേല്ലേ? ആ, എണ്ണിച്ചുട്ടപ്പം പോലെയല്ലേ അവിടെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ ആയിരിക്കും. ഇതേ ഗോമതി സ്റ്റോഴ്സ് ബാലന്റെ കടയല്ല, ഇത് വലിയ കോടീശ്വരന്മാർ താമസിക്കുന്ന കൃഷ്ണമംഗലമാണ്. അതുകൊണ്ട് ഇഡലി ഒരു 5-6 ഇഡലി എന്ന് പറയണം. അങ്ങനെ 5-6 ഇഡലി ഇടുന്നുണ്ട് നമ്മുടെ അനു കേട്ടോ. ആ, കറി ഒഴിക്ക് എന്ന് പറയുമ്പോൾ കുറച്ച് ചമ്മന്തി ഒഴിക്കാണ്. ഇതെന്താ ചമ്മന്തി മാത്രോ, വേറെ സാമ്പാറില്ലേ? ഇനി സാമ്പാറും വേണോ എന്ന് അനു ചോദിക്കുമ്പോ അതെന്താ, ഓ നിങ്ങളുടെ വീട്ടിൽ അങ്ങനെ ഇരിക്കും, ഒരു കറി ഉണ്ടെങ്കിൽ അത് കൂട്ടി അഡ്ജസ്റ്റ് ചെയ്ത് കഷ്ടപ്പെട്ട് കഴിക്കണമായിരിക്കും. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, ഇഡ്ഡലിക്ക് ചമ്മന്തി സാമ്പാർ അങ്ങനെ പലതും ഉണ്ടാകും. അതുകൊണ്ട് സാമ്പാർ ഉണ്ടാകും, പോയി എടുത്തോണ്ട് വാടി എന്ന് പറയാണ്. അങ്ങനെ അനു അടക്കളയിൽ സാമ്പാർ കൊണ്ടിരുന്നുണ്ട്. എന്നിട്ട് 2 തവി സാമ്പാർ ഇട്ട് കൊടുക്കുകയാണ്. ഇതെന്താടി അളന്നടക്കണത്? ഓ, നിന്റെ അച്ഛന്റെ പലചരക്ക് കടയിലെ ജോലി നീ ഏറ്റെടുത്തോ, അളക്കൊന്നും വേണ്ട. ഇഡ്ഡലി അവിടെ സാമ്പാർ ഒരുപാടുണ്ട്, എനിക്ക് സാമ്പാറിൽ ഇങ്ങനെ ഇഡ്ഡലി മുങ്ങി ഇങ്ങനെ പൊങ്ങി ഇങ്ങനെ കിടക്കണം, പോയി എടുത്തോണ്ട് വാ. സാമ്പാർ ഉണ്ടാക്കിയ അണ്ടാവ് ഉണ്ടാവില്ല, ആ അണ്ടാവ് ഉൾപ്പെടെ ഇങ്ങോട്ട് എടുത്തോണ്ട് വാടി എന്ന് പറയാണ്. അങ്ങനെ അനു സാമ്പാറിന്റെ ആ ഒരു വലിയ അണ്ടാവ് അങ്ങനെ തന്നെ കൊണ്ടുവരാട്ടോ. ഓഹോ, ഇത്രയും സാമ്പാർ ഉള്ളൂ അല്ലേ, ഇതെന്താ മുരിങ്ങാക്കോൽ സാമ്പാറാണോ? ആ, അതെ എന്ന് പറയണ. എന്നാൽ സാമ്പാർ ഒഴുക്കി എന്ന് പറയാണ്. അങ്ങനെ അനു 2 തവി സാമ്പാർ ഒഴിക്കുന്നുണ്ട്. സാമ്പാർ ഒഴിച്ചിരിക്കുന്നവള് കുഴപ്പമില്ല. അല്ലടി, നിന്റെ വീട്ടിലെ ഇങ്ങനെ സാമ്പാറൊക്കെ ഉണ്ടാക്കുമ്പോഴേ ഈ 1 തവി കൊടുക്കാൻ പാടുള്ളൂ എന്ന് പറയാറുണ്ടോ? ഓ, 2 തവി എടുത്തു കഴിഞ്ഞാലേ ചിലപ്പോ വഴക്ക് പറയാതിരിക്കും അല്ലെ? അങ്ങനെയായിരിക്കും. അത്രയല്ലേ ഉണ്ടാക്കാനുള്ള വകയല്ലേ അവിടെ ഉള്ളൂ. അല്ലെങ്കിൽ ഗോമതി സ്റ്റോഴ്സിൽ കിട്ടുന്ന ചീന, അതായത് ആരും മേടിക്കാതെ പോകുന്ന കുറച്ച് ചീന, വെണ്ടയ്ക്ക, വഴുതനങ്ങ, തക്കാളി, അതൊക്കെ ഉണ്ടാവില്ല ചീനത്, അതൊക്കെ നിന്റെ അച്ഛൻ ബാലൻ രാത്രി ആകുമ്പോഴേക്കും അവിടെ നിന്ന് എടുത്തോണ്ട് വന്നിട്ട് വീട്ടിൽ കൊണ്ടു കൊടുക്കും. അപ്പൊ നിന്റെ അമ്മ ഗോമതി അത് സാമ്പാർ ഉണ്ടാക്കും. ചീന സാമ്പാർ ചീന പച്ചക്കറി ഇട്ട സാമ്പാർ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കാം കേട്ടോ. ഇത് കാണുമ്പോഴേക്കും അനു പറയുന്നുണ്ട്, അതെ ഞാൻ നിനക്ക് സാമ്പാർ വിളമ്പി തന്നല്ലോ, പിന്നെ എന്തിനാ എന്റെ വീട്ടുകാരെ ഇങ്ങനെ കുറ്റം പറഞ്ഞത്? ഓ, പിന്നെ നിന്റെ വീട്ടുകാരെ പറഞ്ഞാൽ നിനക്ക് പിടിക്കില്ലല്ലോ. നിന്റെ വീട്ടുകാരൊക്കെ വലിയ രാജകുടുംബത്തിലെ അംഗങ്ങളാണല്ലോ. നിന്റെ അച്ഛൻ വലിയ രാജാവ്, നിന്റെ ചേട്ടന്മാരുണ്ടല്ലോ അലോക്, ആനന്ദ്, ആകാശ്, അവരൊക്കെ അങ്ങ് രാജകുടുംബത്തിലെ രാജകുമാരന്മാര് എന്നൊക്കെ പറഞ്ഞ് പൊട്ടിച്ചിരിക്കുകയാണ്. അത് കേൾക്കുമ്പോ അനുക്ക് ദേഷ്യം വരുന്നുട്ടോ. ഓഹോ, നിനക്ക് ദേഷ്യം വരുന്നുണ്ടല്ലേ? നിന്റെ അച്ഛൻ രാവിലെ ഭയങ്കര ഷോ ഓഫ് ആയിരുന്നല്ലോ. അയാൾക്ക് ഇത്തിരി പണി കൊടുത്തു. എനിക്കൊരു കാര്യം മനസ്സിലായി, നിന്റെ അച്ഛന്റെ വീക്ക് പോയിന്റ് എന്താണെന്ന്. അത് നീയാണ്. നിനക്കെന്തൊരു സംഭവിച്ചാലും നിന്റെ അച്ഛന് സഹിക്കാൻ പറ്റില്ല, അതിൽ പിടിച്ച് ഞാൻ കേറുന്നുണ്ട് എന്ന് അലോക് പറയാണ്. എടി, എന്താണ് നോയിക്കൊണ്ടിരിക്കണത്? സാമ്പാർ ഒഴിക്കേ എന്ന് പറയാണ്. ഒഴിച്ചല്ലോ, ഇനി ഒഴിക്കേ സാമ്പാർ ഒഴിക്കേ എന്നിങ്ങനെ ആക്ഷൻ കാണിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പൊ അനു ഇങ്ങനെ നോക്കുമ്പോഴേക്കും അലോക് ഇങ്ങനെ കണ്ണടച്ച് ഒഴിക്കേ സാമ്പാർ ഒഴിക്കേ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അനു എന്താ ചെയ്യാച്ചാല് ആ സാമ്പാർ അങ്ങനെ തന്നെ എടുത്തിട്ട് അലോകിന്റെ മേത്തേക്ക് ഒഴിക്കാണ്. നീ എന്താണ് എന്റെ മേത്തേക്കാണ് ഒഴിച്ചത് എന്ന് പറയുമ്പോഴേക്കും എന്താ മതിയായില്ലേ എന്ന് പറഞ്ഞിട്ട് ആ ഉണ്ടാവിലുള്ള സാമ്പാർ കൂടി എടുത്തിട്ട് അലോകിന്റെ തല വഴി ഒഴിച്ചിട്ട്, അത് ചൂട് സാമ്പാറായിരുന്നു കേട്ടോ. അലോക് ചൂടോടെ വേണമെന്ന് പറഞ്ഞപ്പോൾ അനു ചൂടാക്കിയിട്ടാണ് ആ സാമ്പാർ കൊണ്ടത്. അങ്ങനെ ആ സാമ്പാർ തല വഴി ഇങ്ങനെ ഒഴിച്ചിങ്ങനെ കൊടുത്തപ്പോഴേക്കും അലോക് അയ്യോ അമ്മേ, അയ്യോ എരിയുന്നേ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഒച്ച ഉണ്ടാക്കണം. അയ്യോ വയ്യായേ, എരിയുന്നേ, അയ്യോ സാമ്പാർ എന്റെ തല വഴിച്ചു വെക്കടി, ദ്രോഹി, നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടടി, അയ്യോ അമ്മേന്ന് പറഞ്ഞിട്ട് കരയാണ്. ആ ബഹളം കേട്ട് നമ്മുടെ അച്യുതനും അനന്തനും അതുപോലെ തന്നെ നമ്മുടെ
രാജശ്രീയും അമ്മയൊക്കെ മുത്തശ്ശിയൊക്കെ വരുന്നുണ്ട് കേട്ടോ. അയ്യോ എന്തു പറ്റി എടാ, നീ സാമ്പാർ വേണം സാമ്പാർ വേണം തൊട്ട് സാമ്പാർ തല വഴി ഒഴിച്ചോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അത് കണ്ടിട്ട് നമ്മുടെ അച്യുതൻ സാമ്പാറിൽ മുരിങ്ങാക്കോലൊക്കെ ഇങ്ങനെ എടുക്കുന്നുണ്ട്. ആഹാ, ഇത് മുരിങ്ങാക്കോൽ സാമ്പാറായിരുന്നു അച്ഛൻ ഇപ്പൊ അതാണോ വലുത്? അയ്യോ എനിക്ക് വയ്യായേ, ഇതെന്താണ് സാമ്പാർ ഇങ്ങനെ നിന്റെ തല വഴി വന്നു എന്ന് ചോദിക്കുകയാണ്. അപ്പൊ അലോക് ഇങ്ങനെ സാമ്പാറിനെ ചവിട്ടി നിൽക്കുക കേട്ടോ. അപ്പൊ കാലുകൊണ്ട് ഇങ്ങനെ അത് അറിയാണ്ട് ഇങ്ങനെ കോലം വരയ്ക്കുന്നുണ്ട്. അതങ്ങനെ മനപ്പുറം വരയ്ക്കണതല്ല അലോക്, ഇങ്ങനെ സാമ്പാർ ഇങ്ങനെ നിൽക്കുമ്പോഴേക്ക് തെന്നി പോകാതിരിക്കാൻ വേണ്ടി കാലിങ്ങനെ അലോകിന്റെ കാലിങ്ങനെ സ്കിപ്പായി പോകുന്നോണ്ടായിട്ട് കോലം വരയ്ക്കുന്ന പോലെ തോന്നുവാട്ടോ അച്യുതന. അപ്പൊ അച്യുതൻ ഇങ്ങനെ നാണത്തോടെ ഓഹോ അപ്പൊ എന്തോ സംഭവിച്ചിട്ടുണ്ട്, എടാ എങ്ങനെയാടാ തലയിൽ സാമ്പാർ വീണത് എന്ന് ചോദിക്കുകയാണ്. അപ്പൊ അലോക് പറയണ്ട, അത് അനു നടന്നു വന്നപ്പോ അറിയാണ്ട് കാല് തെറ്റി സാമ്പാർ എന്റെ മേത്തേക്ക് വീണു എന്ന് പറയാണ്. അപ്പോഴേക്കും നമ്മുടെ രാജശ്രീ പക്ഷെ പതിക്കെ അനുവിന്റെ മുഖത്തേക്ക് നോക്കാണ്, എന്നിട്ട് അലോകിനെ നോക്കുന്നുണ്ട്. മനസ്സിലായി. ഓ ഇവന്റെ കാര്യം, ഈ പിള്ളേര് ആദ്യമായിട്ട് കല്യാണം കഴിച്ച ആൾക്കാർ ഇങ്ങനെ തന്നെയാ. വാ അച്യുതേട്ടാ നമുക്ക് അപ്പുറത്തേക്ക് പോകാം എന്ന് പറയണം. അങ്ങനെ അച്യുതൻ അപ്പുറത്തേക്ക് പോകുന്നുണ്ട്. രാജശ്രീ മുത്തശ്ശിയെടുത്ത് പറയുന്നുണ്ട്, മുത്തശ്ശി വാ, അവരെന്താ ചെയ്തോട്ടെ, എടാ നീ പോയി ഇവിടെ നിൽക്കാണ്ട് പോയി കുളിച്ചിട്ട് വാടാ എന്ന് പറയാണ്. അങ്ങനെ അലോക് കുളിക്കാൻ വേണ്ടി പോവാണ്. രാജശ്രീ പറയുന്നുണ്ട്, അനു ഞാൻ സാമ്പാർ തുടക്കണോ അതോ നീ തുടക്കോ? അയ്യോ ഞാൻ തുടച്ചോളാം, വേണമെങ്കിൽ ഞാൻ തുടച്ചോളാം എന്ന് പറയാണ്. മുത്തശ്ശി പറയുന്നുണ്ട്, എന്റെ രാജശ്രീ അവള് തുടക്കാന്ന് പറഞ്ഞല്ലോ, നീ അപ്പുറത്തേക്ക് പോ, പിള്ളേരുടെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ ഇതിനെ സ്വർഗത്തിലെ കട്ടുറുമ്പാവുന്നത് എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശി രാജശ്രീനെ കൂട്ടിക്കൊണ്ട് അപ്പുറത്തേക്ക് പോവാട്ടോ. അപ്പൊ അനുക്ക് അങ്ങനെ ദേഷ്യം വേണം, നിങ്ങൾക്കിട്ട് ഞാൻ വെച്ചിട്ടുണ്ട് എന്നൊക്കെ ഞാൻ മനസ്സിൽ വിചാരിക്കേണ്ട ശേഷം അലോകാണെങ്കിൽ ബാത്റൂമിൽ നിന്നിട്ട് ടവല് താ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. അനു ടവലായിട്ട് ബാത്റൂമിലേക്ക് പോകുന്നുണ്ട്. വാതിലെ മുട്ടി വിളിക്കുമ്പോഴേക്കും അലോക് ഇങ്ങനെ പുകച്ച് പുകഞ്ഞിട്ട് വയ്യേ, നീറിയിട്ട് വയ്യേ എന്ന് പറഞ്ഞിട്ട് കരയാട്ടോ. അത് കാണുമ്പോഴേക്കും അനു പറയണ്ട്, ആഹാ ഭയങ്കര നീറലാണോ, ഭയങ്കര പൊള്ളലാണോ, ഇപ്പം മനസ്സിലായോ എന്താണ് പൊള്ളലെന്ന്? നിങ്ങൾ എൻ്റെ അച്ഛനെയും ചേട്ടന്മാരൊക്കെ പറഞ്ഞപ്പോൾ ഇതുപോലത്തെ ഒരു പൊള്ളല എൻ്റെ മനസ്സിൽ തട്ടിയത്, നിങ്ങളുടെ ദേഹമല്ലേ പൊള്ളിയുള്ളൂ, എൻ്റെ മനസ്സാ പൊള്ളിയത് എന്ന് പറഞ്ഞിട്ട് അനു അവിടുന്ന് പോകാണ്. എടി നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട് എടി ദ്രോഹി എന്നൊക്കെ പറഞ്ഞിട്ട് അലോക് പിന്നെയും ബാത്റൂമിൽ കയറി ഇങ്ങനെ കുളിച്ചുകൊണ്ടേ ഇരിക്കാട്ട് ആ ഒരു പുകച്ചിൽ മാറാനായിട്ട്. അപ്പൊ അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ എന്താണ് ഗോമതിനെയാട്ടോ. ഗോമതി ആകെ വിഷമിച്ചിരിക്കാട്ടോ. ഗോമതി വിഷമിച്ചിരിക്കുമ്പോഴേക്കും നമ്മുടെ അങ്ങനെ ഗോമതി വിചാരിക്കാണ്ട് എന്നാലും ഗോമതി സ്റ്റോഴ്സ് വരെ പോയിരിക്കാം. ഇവിടെ നിന്നിട്ട് ഇനി കാര്യമില്ല, ഇവിടെ നിന്നിട്ട് തലക്കിനെ പ്രാന്ത് പിടിച്ചുകൊണ്ടേ ഇരിക്കുമല്ലോ, അതുകൊണ്ട് ഗോമതി സ്റ്റോഴ്സിലേക്ക് പോയിരിക്കാന്ന് വിചാരിക്കാണ് ഗോമതി. അങ്ങനെ ഗോമതി സ്റ്റോഴ്സിലേക്ക് പോയിരിക്കുമ്പോഴോ അവിടെയാണെങ്കിൽ സാധനം മേടിക്കാൻ വരുന്നവരും പോകുന്നവരൊക്കെ ഒരേ ചോദ്യമാണ്, നിങ്ങളുടെ മകൾ അനുശ്രീനെ കുറിച്ച് ഇങ്ങനെയൊന്നും വിചാരിച്ചില്ല, ആ അലോകിനെ അല്ലാതെ വേറെ ആരെയും വിവാഹം കഴിക്കാൻ കിട്ടിയില്ല അവൾക്ക്. അതുപോലത്തെ ഒരു വൃത്തികെട്ട ചെറുക്കൻ എന്റെ മോളുടെ പിന്നാലെ അവൻ നടന്നതാണ് എന്നൊക്കെ പറഞ്ഞു ഓരോരുത്തർ ഓരോന്നിങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കട്ടെ. അതൊക്കെ ഗോമതിക്ക് തലവേനെടുക്കാണ്. ഗോമതി ബാലനോട് പറയണ്ടേ, വീട്ടില് സമാധാനം നഷ്ടപ്പെട്ടപ്പോഴാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്, ഇവിടെ ഇരുന്ന് കുറച്ച് സമാധാനത്തോടെ ഇരിക്കാന്ന്. വീട്ടിൽ തന്നെ അപ്പുറം നേരെ പുറത്തേക്ക് ഇറങ്ങിയ കൃഷ്ണമംഗലാണല്ലോ കാണുന്നത്, അതുകൊണ്ടാണ് ഇവിടേക്ക് വന്നത്. അപ്പൊ ഇവിടെ സമാധാനക്കേടാ, ഞാൻ തിരിച്ചു പോകുക എന്ന് പറഞ്ഞിട്ട് ഗോമതി അവിടെ നിന്ന് തിരിച്ചു പോകുന്നുണ്ട് കേട്ടോ. അതായത് വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോകണം. ആർക്കും ഒരു സമാധാനം ഇല്ലാതെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അനു ആണെങ്കിൽ പുതിയ പദ്ധതികൾ, അത് അലോകിനെ വീഴ്ത്താൻ വേണ്ടി പുതുതായിട്ട് എന്തൊക്കെ ചെയ്യാം എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നാളത്തെ എപ്പിസോഡ് നമ്മൾ ഇത്രയും ഭാഗം കാണുള്ളൂ കേട്ടോ. ഈ സാമ്പാർ അഭിഷേകവും അതുപോലെ തന്നെ ഈ ഗോമതി ആകെ വിഷമിച്ചിരിക്കണതും പിന്നെ അനുവിന് പണി കൊടുക്കാൻ വേണ്ടി അലോക് നോക്കുമ്പോഴേക്കും ആ പണിയൊക്കെ തിരിച്ച് അലോകിന് കിട്ടുന്ന ഭാഗങ്ങളാണ് നമ്മൾ ഇനി കാണാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നീട് കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ്. എല്ലാവർക്കും ടേക്ക് കെയർ, ബൈ ബൈ.